TV vs R34 വീഡിയോ കാണണമെന്ന്. എടാ അത് കുറച്ച് ദിവസമായിട്ട് പറഞ്ഞല്ലോ. അത് ആരാ ചെയ്തത്? TV vs R34. നമുക്ക് അതുവരെ അത് കാണാം. TV vs R34. ഇതാണോ സറണ്ടർ? ഇഫ് യു ഡോണ്ട് ഹാവ് ടാലന്റ് ദ ബെസ്റ്റ് ഓപ്ഷൻ ഈസ് ടു സറണ്ടർ. S34. അത് അല്ല ഇത് ഓർമ്മയുണ്ട് പക്ഷെ സംഭവം എന്താ വെച്ചാലോ ഇന്ന് വൈകുന്നേരം മറ്റേ ഇവന്മാരുടെ സിറ്റുവേഷൻ ആയില്ലേ, ആ സമയത്ത് ഞാൻ കാറും എടുത്ത് ഒരു സിറ്റിസൺ കാറും എടുത്ത് ജാഗ്രത ഇങ്ങോട്ട് ഓൺ ദ വേ വന്നോണ്ടിരിക്കുക. അപ്പൊ ഇവന്മാര് വന്ന് ഉമ്മാർ ഗ്യാഗോസി ഒരു വട്ടം പിറ്റിയത്, 2 വട്ടം പിറ്റിയത്, 3ാമത്തെ വട്ടം ഉമ്മാരനെ അടിച്ച് നേരെയാക്കി തന്നു. അപ്പോഴേ ഇവര് കുറെ നേരമായിട്ട് വള്ളി എടുക്കാനായിട്ട് മുട്ടിയിരിക്കുക. മനസ്സിലായി? ധൈര്യം ഉണ്ടോ, മറ്റേ ധൈര്യം ഉള്ളവന്മാരൊക്കെ സിറ്റിയിലുണ്ടോ, അങ്ങനെയുള്ള രീതിയിലൊക്കെ കൊണച്ചോണ്ടിരിക്കുകയായിരുന്നു, മുട്ടി നിൽക്കുക. അപ്പൊ സരക്കണ്ണ ലീവ് ചെയ്യാൻ പറഞ്ഞിട്ട് ലീവ് ചെയ്ത് വിട്ട് വന്ന്. അപ്പൊ ഇത് കഴിഞ്ഞിട്ട് ഞാൻ മുതുക്കി നിൽക്കുമ്പോഴത്തേക്ക് ഈ ഒരുത്ത സ്പീഡിൽ വന്ന് ഇടിച്ച് തെറിപ്പിച്ച് ഇങ്ങനെ പെതുക്കെ നടന്നു വന്നു. ഞാൻ പറഞ്ഞ ഓരോരുത്തന്മാര് കോണാനും ഇട്ട് ഇറങ്ങിക്കോളൂ എന്ന് പറഞ്ഞിട്ട് ഞാൻ എന്റെ ബൈക്കിൽ കയറി ഞാൻ SR അവനോട് സംസാരിച്ചോണ്ടിരിക്കുക. ഹലോ, അല്ല എന്തൊക്കെയുണ്ട്? ഈ കോണാനിട്ട് കിടക്കുന്നവരൊന്ന് കണ്ണ് കണ്ടുവിടെ പൊട്ടക്കിഴക്ക്. അപ്പൊ വന്നിട്ട് എന്താ ബ്രോ പ്രശ്നം, എന്താടാ പ്രശ്നം, അങ്ങനെയുള്ള രീതി ചോദിച്ചു. ഞാൻ പറഞ്ഞു ബ്രോ എന്റെ സാമാനത്തിന്റെ തുമ്പത്തൊരു ഉറുമ്പിരിപ്പുണ്ട്, നീ അന്ന് കടിച്ചെടുത്തുകയെന്ന് പറഞ്ഞു. അതവനങ്ങ് കൊണ്ടുപോകും ആവശ്യമായിട്ട്. അത് ആ R34 ഉള്ളവന് കൊണ്ടുപോകും. ശ്രദ്ധിച്ച് വണ്ടി ഓടിക്കുന്ന ടീമാണ്. എന്താ ബ്രോ? ശ്രദ്ധിച്ച് വണ്ടി ഓടിക്കും ബ്രോ. എന്റെ സാമാനത്തിന്റെ തുമ്പത്തൊരു ഉറുമ്പിരിപ്പുണ്ട്, നീ ഒന്ന് എടുത്തു തരുമോ, ഒന്ന് പോടേന്ന്. ആദ്യമായിട്ടാന്ന് തോന്നുന്നല്ലേ കണ്ണാപ്പി ഒരു സിറ്റുവേഷൻ സത്യമായിട്ട് വന്ന് എക്സ്പ്ലെയിൻ ചെയ്യുന്നേ അല്ലേ? അല്ലാത്തപ്പോഴെല്ലാം എന്തെങ്കിലും ഒരു 4-5 സാധനം എക്സ്ട്രാ കയറ്റും, അല്ലെങ്കിൽ ഒരു 5-6 കള്ളത്തരം എക്സ്ട്രാ കയറ്റും. ആദ്യമായിട്ടാന്ന് തോന്നുന്നു അവൻ ചെയ്ത കാര്യം അതേപോലെ വന്ന് എക്സ്പ്ലെയിൻ ചെയ്യുന്നേ. R34 ഞാനുണ്ട്. പോട്ടെ നമ്മുടെ സിയോണിലെ വണ്ടിയല്ലായിരുന്നോ ഇത്? എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നടാ ഇത്. എന്ത് രസം, ആ കളർ കോമ്പോ നോക്കടാ, എന്ത് ഭംഗിയല്ലേ. ആ യൂണിഫോമിനും ഭയങ്കര രസമായിരുന്നു ഇത് കാണാൻ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പക്ഷെ എല്ലാരും മറ്റേ ഇതിലോട്ട് മാറാൻ പറഞ്ഞോണ്ടാ. എനിക്കിത് ഭയങ്കര ഇഷ്ടമായിരുന്നു സത്യം പറഞ്ഞ. ഞാൻ മുതുക്കി നിൽക്കാറല്ലേ ഒരു പെങ്കുച്ചയെ കണ്ട് അവളോട് സംസാരിച്ച. ഹലോ ബ്രോ. ഹലോ ബ്രോ. ഹലോ ഹലോ ബ്രോ. എന്താണ് ബ്രോ? ഗ്യാങ് ഹൗസിലൊക്കെ തെള്ളിക്കേറി അങ്ങ് വരുവാ. ഗ്യാങ് ഹൗസിന്റെ ഫ്രണ്ടിലൊക്കെ വന്നു. അത് മുട്ടി നിൽക്കുകയാണ്. എടാ കെവിനെ ലീവിയ മുട്ടി നിൽക്കുകയാണ് മാർഗം. രാവിലെ തൊട്ട് തുടങ്ങിയ സരക്കണ്ണ ലീവിയ പറഞ്ഞാണ് മറ്റേ ആർപിക്കിലെ 1% കണ്ടികളോട് സംസാരിക്കരുത് സരക്കണ്ണ എന്ന് പറഞ്ഞല്ലേ. ആ 1% കണ്ടികളായത് ആർപിക്കിലെ. എടേ നിന്റെ മര്യാദക്ക് ഇന്ന് ഉച്ചക്ക്, നിന്റെ മര്യാദക്ക് ഇന്ന് 5 മണിക്ക് ഉണ്ടായിരുന്നു. എന്റെ മെക്കട്ട് കയറി കഴിഞ്ഞാൽ ഞാൻ നോക്കിക്കൂല. അതിനാണല്ലോ ദൈവം നമുക്ക് 2 കൈയും 2 കാലൊക്കെ തന്നേക്കുന്നേ. കണ്ണാപ്പി നിന്നെ കൊണ്ട് മൈക്കാണോ പൃഥ്വിരാജാണോ, ആരെ വേണം? എടാ നീ അന്ന് നമ്മുടെ ഗ്യാങ് ഹൗസിന്റെ ഫ്രണ്ടിൽ വന്നടിച്ച 2 പേര് ആരൊക്കെയാണ്? എടാ നിനക്ക് ബിൽഡപ്പ് വന്ന് അടിക്കണ്ട അടിച്ചു കൊല്ലടാ. എല്ലാരും വാ നമുക്കപ്പോ. എനിക്ക് പൃഥ്വിരാജ് കേൾക്കുമ്പോണ്ടല്ലോ ഇപ്പൊ ഓർമ്മ വരുന്നത് പറഞ്ഞാൽ RP ചരിത്രത്തിൽ ഷോക്ക് അടിച്ച് മരിച്ച ഒരാൾ. ആ പേര് ഒരിക്കലും പോവുകയില്ല. റിക്രൂട്ട്മെന്റ് പരിപാടികളിലേക്ക് കടക്കാം. സിറ്റുവേഷൻ ട്രിഗർ ആയിട്ടിരിക്കുന്നത് കൊണ്ട് ഇതിന്റെ ഇടയ്ക്ക് വന്ന് കുളമാക്കാനുള്ള അമ്മാരുടെ ഒരു കുളം വെച്ചിട്ട് ഇതിന്റെ ഇടയ്ക്ക് വന്ന് കുളമാക്കാനുള്ള എല്ലാ ചാൻസും ഞാൻ ഇന്ന് കാണുന്നുണ്ട്. എടാ അവന്റെ ഡ്രസ് ഒന്ന്
എന്താണ് എന്താ 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 വീട്ടില്ല ഞാൻ ആർത്തെ പറയുന്നു കാര്യം ചോദിക്കാൻ വിളിച്ചാണ്. ഇപ്പൊ പ്രീ വാർ അടിക്കുന്ന പറഞ്ഞില്ലേ ബ്രോ? ഇതിപ്പോ കുറെ ദിവസമായിട്ട് ഇത് കുറെ വട്ടമായിട്ട് ഈ സിറ്റുവേഷൻ നടന്നുകൊണ്ടിരിക്കുകയല്ലേ. അപ്പൊ അവര് നമ്മള് നോർമലായിട്ട് ഞങ്ങളുടെ നിങ്ങൾക്ക് സിറ്റുവേഷൻ എന്തെങ്കിലും എടുക്കാനുണ്ടെങ്കിൽ നിങ്ങൾ എടുത്തോ. ഞങ്ങളിവിടെ ഗ്യാങ്സിന്റെ വെളിയിലുണ്ട്. അപ്പൊ ഇവിടെ കൂൾ ഡൗൺ ഇല്ലെങ്കിലേ നമുക്ക് അവന്മാരുടെ കഴപ്പൊക്കെ കൊടുക്കാം. കെവിൻ കേറി അങ്ങ് മേഞ്ഞ കേട്ടാ പ്രീവാറില് കെവിൻ അടിച്ചു ഉറക്കി കൊടുത്തു. അതുകൂടെ അവന്മാർക്ക് പൊട്ടിയതിന്റെ വലിയൊരു കാര്യം അതാണ്. കെവിൻ നല്ല ഫൈറ്റ് കിടക്കുന്നുണ്ട്. ഓക്കെ, ക്യാപ്റ്റൻ ഡൗൺ. ഇനിയിപ്പോൾ ഗ്രൗണ്ട് ഇറങ്ങി ഓടണം. ഈ മിഷൻ ஆமா 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 மேல அந்த கார் இருக்குல்ல എല്ലാ ബോഡി കട്ടി ഹലോ ബ്രോ ഹലോ ഹലോ പറഞ്ഞു ബ്രോ. ഇതാരാണ് ബ്രോ R34 അതിന്റെ ഒരു നമ്മള് ആക്ച്വലി നമ്മള് ഏകദേശം ഒരു 3 പേര് ഡൗൺ ആയിരുന്നു. എല്ലാവരും ഉണ്ട്. നിങ്ങൾ ഏകദേശം ഒരു 10 പേര് ഡൗൺ ആയിരുന്നു. ഓക്കെ കഴിവതും വീഡിയം വന്ന് ഒഴിവാക്കണേ കേട്ടോ. അല്ല വീഡിയം ബ്രോ, സിറ്റിയിൽ വീഡിയം ചെയ്ത് കൊന്നാൽ നമ്മള് സിറ്റിന്ന് ഓട്ടോമാറ്റിക് കിക്ക് ആവും. അത് അറിഞ്ഞൂടാ, പുതിയ നിയമം അറിഞ്ഞൂടാ ബ്രോ. അങ്ങനെയാണെങ്കിൽ അങ്ങനെ നോക്കുകയാണെങ്കിൽ നമുക്ക് കുറെ കാര്യങ്ങൾ പറയാനുണ്ട്. ഞാനത് പറഞ്ഞാൽ ചിലപ്പോ ബ്രോയ്ക്ക് ഒഫൻസീവ് ആയിട്ട് തോന്നും. ഞാൻ പറയാം ബ്രോ. അങ്ങനെ വാറ് കളിക്ക് ബ്രോ. ആ മെറ്റ ഒന്ന് എന്താ ബ്രോ മെറ്റയോ മറ്റന്നാ. ഹലോ ഒരു 2 മിനിറ്റ് വെയിറ്റ് ചെയ്യോടാ. ഞാൻ ഒരു വീഡിയോ കണ്ടോണ്ടിരിക്കുവായിരുന്നു. 2 മിനിറ്റ് തീരും. എല്ലാരും കയറി സമയം എടുക്കും. അയ്യോ നീ കണ്ടില്ല കേട്ടോ. ഞാൻ ശ്രദ്ധിച്ചിട്ട് ഞാൻ ആ വീഡിയോയിൽ മൊഴിയിരിക്കുവായിരുന്നു. എടാ സ്രാങ്കിന് എനിക്ക് ഊക്കണമെന്നൊന്നും ഇല്ലായിരുന്നു. സ്രാങ്ക് ഒക്കെ നമ്മുടെ അടുത്ത് മര്യാദ നിൽക്കണം. പക്ഷെ അത് പെട്ടെന്ന് എനിക്ക് പറഞ്ഞപ്പോ എനിക്കത് ഒഫൻസീവ് ആയിട്ട് തോന്നി. മെറ്റേ എന്ന് പറയണത് മറ്റേ അല്ല വീഡിയം എന്ന് പറഞ്ഞപ്പോ മറ്റേ വണ്ടിയിൽ ഇടിച്ച ആ ഒരു കേസ് മാത്രമേ ഉണ്ടായുള്ളൂ. അത് വെച്ചാൽ ആള് വരച്ചൊന്നുമില്ല. അതായത് വണ്ടി നമ്മളവിടെ കൊണ്ട് കുത്തിയതാ ഇറങ്ങാൻ വേണ്ടിയിട്ട്. അപ്പൊ അത് പറഞ്ഞപ്പോ ഒഫൻസീവ് ആയിട്ട് തോന്നി. അല്ലാതെ സ്രാങ്കിനെ ഒന്നും വെക്കാനുള്ളൊരു സ്രാങ്കൊക്കെ മര്യാദക്കാ നിൽക്കുന്ന നമ്മുടെ അടുത്ത്. അവനിപ്പോ പച്ചയാണെന്നോ? പച്ചയാണെങ്കിലും എന്താണേലും എന്താ ബ്രോ, ഷോക്ക് അടിച്ച് മരിച്ചു. ഇനി എന്ത് ചെയ്യാൻ പറ്റും? ഇവിടെ ഗെയിമറൊക്കെ വിഷയം കേട്ടോ, വിഷയം വീഡിയോ. ലാസ്റ്റ് 6 സത്യം. ലാസ്റ്റ് 6 കണ്ടോ നിങ്ങള്? ലാസ്റ്റ് 6 എലൈവായിട്ട് നിന്ന് ആരൊക്കെയാണെന്ന് കണ്ടോ നിങ്ങളത്? നോക്ക് മതി ലോബി വൈപ്പ് ചെയ്യാൻ. കെവിൻ നല്ല റോൾ അവിടെ വേണമായിരുന്നു. അത് ഡിസേർവിംഗ് ആയിരുന്നു കെവിൻ. അത് പിന്നെ അല്ല, ഓജി ലീഡറെ റെസ്പെക്ട് ചെയ്യാൻ പഠിക്കണം നീയൊക്കെ.
നല്ല വീഡിയോടാ, നല്ല വീഡിയോ. കിടിലം 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 കിടിലം. നല്ല വീഡിയോ കിടിലം.